നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 55 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീ ഭഗവാന്റെ രാസക്രീഡയുടെ ആമുഖമാണ് വിവരിച്ചത്. അതിൻ്റെ തുടർച്ച. പുരുഷാർത്ഥ പ്രാപ്തിക്കു വേണ്ടി വിലങ്ങുതടിയായി നിൽക്കുന്ന മന്മഥവേഗത്തെ ജയിക്കണമെങ്കിൽ മന്മഥനെ തന്നെ ശരണം പ്രാപിച്ചേ മതിയാകൂ എന്ന സൂക്ഷ്മതത്വത്തെ പ്രകാശിപ്പിക്കാനാണ് നിന്തിരുവടി രാസക്രീഡയെ ചെയ്തത്. ഗോപികളുടെ മനോരഥത്തിൽ കയറി മദനനെ മോഹിപ്പിച്ചതുകൊണ്ട് ഭഗവാൻ മദനമോഹനനായി. വിവിധ കാമവാസനകളുടെ ശൃംഖലയിൽപ്പെട്ട് മോചനം കിട്ടാതെ പരിതപിക്കുന്ന നമുക്ക് ഗുരുകൃപാ കടാക്ഷമാകുന്ന ദീപത്തിന്റെ സഹായത്തോടുകൂടി വിനയനമ്ര ശിരസ്കരായി പ്രഭുവിന്റെ ലീലാരംഗത്തിൽ പ്രവേശിക്കാം. ശ്രീശുക മഹർഷി പറഞ്ഞു. കാർത്യായനി വ്രതാവസാനത്തിൽ ശ്രീ ഭഗവാൻ പ്രിയഭക്തകളായ ഗോപകന്യകമാരുടെ മുന്നിൽ പ്രകടമായി. തൻ്റെ ശക്തിസ്വരൂപിണിയായ മഹാമായയുടെ അനുഗ്രഹവും കൂടി ലഭിച്ച അവർക്ക് ഇനി മായാസംബന്ധമായ ആവരണം അനുയോജ്യമല്ലെന്ന് നിന്തിരുവടി നിശ്ചയിച്ചു. അവരുടെ ലൗകികമായ വസ്ത്രങ്ങളോടുകൂടി ദേഹസംബന്ധമായ ലജ്ജാഭിമാനങ്ങളെയും അപഹരിച്ചിട്ട് ആ വസ്ത്രങ്ങളെ തൻ്റെ ദിവ്യപ്രസാദമാക്കി മാറ്റി തിരിച്ചുകൊടുത്ത് അവരെ ദിവ്യരാസലീലയ്ക്ക് അധികാരിണികളാക്കി തീർത്തു. അടുത്ത ശരത്കാല പൗർണമിയിൽ അവർക്ക് തൻ്റെ സംഘം ലഭിക്കുമെന്ന് അരുളി ചെയ്തു. ആ അനുഗ്രഹവാണി കേട്ട് മനം തണുത്ത ഗോപികൾ ശരത്കാലത്തെ ഉത്കണ്ഠയോടുകൂടി പ്രതീക്ഷിച്ചിരുന്നു. ഗൃഹകൃത്യങ്ങളെല്ലാം ഒരു യന്ത്രമെന്ന പോലെ ശരീരം നിർവഹിച്ചു. പശുവിനെ കറക്കുക, ധാന്യം പൊടിക്കുക, തൈര് കലക്കുക, ഗൃഹം മെഴുകുക, പതിശുശ്രൂഷ ചെയ്യുക, കുട്ടികളെ നോക്കുക ഇത്യാദി പ്രവൃത്തികളിൽ ശരീരം വ്യാപൃതമായിരുന്നപ്പോഴും അവരുടെ ചിത്തം പ്രിയരമണനിൽ തന്നെ പറ്റി നിന്നു. പ്രാണപ്രിയന്റെ നാനാലീലകളെ അത്യനുരാഗത്തോടുകൂടി കണ്ണീരൊഴുക്കി ഗദ്ഗത കണ്ഠത്തോടുകൂടി ഗാനം ചെയ്തുകൊണ്ട് അവർ കാലം കഴിച്ചു. ഭഗവാന്റെ ആഹ്വാനം എപ്പോഴുണ്ടാകുമെന്ന് ചെവിയോർത്തുകൊണ്ട് അവർ നീണ്ട നീണ്ട ദിവസങ്ങളെ തള്ളി നീക്കി. ശരത്കാല പൗർണമിയായ ആ മഹാരാത്രിയും സമാഗതമായി. ആ ദിവ്യരാത്രിയിൽ തൻ്റെ പ്രിയതമകളായ ഗോപരമണികളുമായി അലൗകിക രാസക്രീഡ ചെയ്യണമെന്ന് ഭഗവാൻ സങ്കൽപ്പിച്ചു. ഭഗവാന്റെ അംശജനായ ചന്ദ്രൻ തൻ്റെ വംശജനായ ആ മഹാപ്രഭുവിൻ്റെ ഇംഗിതമറിഞ്ഞു പൂർവദിക്കാകുന്ന സ്വപ്രിയതമയുടെ മുഖത്തിൽ ഉദയരാഗമാകുന്ന കുങ്കുമത്തെ ശീതള കിരണങ്ങളാകുന്ന കൈകളാൽ കുറിയിട്ടുകൊണ്ട് ഉദിച്ചുയർന്നു. പകലവന്റെ ആതപത്താൽ തപിച്ച ചരാചരങ്ങളെ ചന്ദ്രൻ തൻ്റെ അമൃതകിരണങ്ങളാൽ തലോടി തണുപ്പിച്ചു. വൃന്ദാവനത്തിൽ പ്രവേശിച്ച പ്രഭു പൂർണ്ണചന്ദ്രനെ ഒന്ന് കടാക്ഷിച്ചു. എന്തെന്നാൽ ആ ചന്ദ്രമണ്ഡലം ചന്ദ്രമുഖിയും ശ്യാമസുന്ദരന്റെ ലീലാസഖിയുമായ സാക്ഷാത് ശ്രീ രാധാദേവിയെ ഓർമ്മിപ്പിച്ചു. വസന്തലക്ഷ്മി ലീലാലോലനായ പ്രഭുദേവന്റെ ആഗമനോത്സവത്തിൽ തൻ്റെ സമസ്ത വർണ്ണോപഹാരങ്ങളെ കൊണ്ട് ആ വൃന്ദാവന പ്രകൃതിയെ ഏറ്റവും നന്നായി അലങ്കരിച്ചു. സർവത്ര വനകുഞ്ചങ്ങളിലും വനരാജികളിലും നാനാവരവർണ്ണ സുരഭില കുസുമങ്ങൾ വികസിച്ച് നിൽക്കയാൽ വൃന്ദാവനം ലോകോത്തരമായ മഹിമയെ ആർജിച്ച് വിരാജിച്ചു. ആ ശരത്സന്ധിയിൽ ഉത്ഫുല്ലങ്ങളായ മല്ലികാകുസുമങ്ങൾ ചന്ദ്രകിരണങ്ങളാൽ പ്രകാശിതങ്ങളായി സൗന്ദര്യാതിശയത്തെയും സൗരഭ്യപൂരത്തെയും ചൊരിഞ്ഞു നിൽക്കുന്നതിനെ കണ്ട് പ്രേമോത്ഫുല്ല മാനസനായ ഭഗവാൻ മുരളീധരൻ തൻ്റെ യോഗമായയെ സമാശ്രയിച്ചുകൊണ്ട് ഗോപരമണികളുമായി ക്രീഡിക്കാൻ നിശ്ചയിച്ചു. അവർ മാത്രം കേൾക്കട്ടെ എന്ന് സങ്കൽപ്പിച്ച് അവരുടെ മനസ്സിനെ അപഹരിക്കത്തക്ക വിധം ക്ലീം എന്ന കാമരാജമന്ത്രത്തെ അവ്യക്തമധുരമായി വേണുവിൽ കൂടി പ്രസരിപ്പിച്ചു. പ്രേമോദ്ദീപകമായ ആ അത്ഭുത ഗീതത്തെ ഗോപികൾ സ്പഷ്ടമായി കേട്ടു. തൽക്ഷണം ആ മഹാഭാഗകളുടെ ചിത്തം തങ്ങളുടെ പ്രാണപ്രിയനായ ശ്രീ ഭഗവാന്റെ പാദകമലങ്ങളിൽ എത്തിച്ചേർന്നു. പിന്നെ അരക്ഷണം പോലും വീട്ടിലിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കൃത്യങ്ങൾ അവിടെ നിലച്ചുപോയി. പശുവിനെ കറന്നുകൊണ്ടിരുന്നവരും പാൽ കാച്ചിക്കൊണ്ടിരുന്നവരും ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്നവരും വിളമ്പിക്കൊണ്ടിരുന്നവരും കുട്ടികൾക്ക് സ്തന്യം ചെയ്തുകൊണ്ടിരുന്നവരും ഭർത്തൃശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും ദേഹശുദ്ധി, സുഗന്ധലേപനം, കണ്ണെഴുതുക എന്നിവ ചെയ്തുകൊണ്ടിരുന്നവരും അതാത് വ്യാപാരങ്ങളെ അവിടവിടെ ഇട്ടു.
ഒന്നും മുഴുവനാക്കാൻ നിന്നില്ല. കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും എങ്ങനെയെല്ലാമോ വാരിയണിഞ്ഞു. ഒന്നും വേണ്ടതുപോലെ ചെയ്യാൻ അവർക്ക് സമയമില്ല. കൂട്ടുകാരികളെ വിളിച്ചു കൂട്ടാനും നിന്നില്ല. എത്രയും വേഗം കൃഷ്ണ സമീപം എത്തണം. രാത്രിയാണ്, വനപ്രദേശമാണ് എന്നൊന്നും ചിന്തിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. അസമയത്തുള്ള പുറപ്പാടിനെ സ്വജനങ്ങൾ തടഞ്ഞിട്ടും അവർ കൂട്ടാക്കിയില്ല. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.